അല്ലേ? നമുക്കറിയാം, നമ്മൾ ഇന്നലെ ഈ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി നേരമൊക്കെ നിന്ന് സംസാരിച്ച ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ ഈ ബാർ അസോസിയേഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ എത്തിയതും അവർ ഭക്ഷണം കഴിച്ചതും പിന്നീട് ഈ DJ-യിൽ പങ്കെടുത്തു, പിന്നീട് ഈ അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷം അല്ലേ? അപ്പോൾ ഈ സംഘർഷം ഇന്നലെ വലിയൊരു പ്രകടനമൊക്കെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് നടന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിദ്യാർത്ഥികളും അഭിഭാഷകരും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയമാണ് അല്ലേ? കാരണം ഒരു സ്ഥാനത്തുള്ളത് വിദ്യാർത്ഥികളും ഒരു ഭാഗത്തുള്ളത് അഭിഭാഷകരുമാണ് എന്നുള്ളതാണ് ഈ സംഭവത്തെ ഇത്രയേറെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ, ആ ഒരു വിഷയത്തിലേക്ക് തന്നെ ഈ പ്രഭാതം തുടരുമ്പോൾ ആദ്യം പോകാം. ഈ കൊച്ചിയിലെ വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് വിദ്യാർത്ഥികളുടെ പരാതിയിൽ 10 അഭിഭാഷകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ മർദ്ദിച്ചതിന് കണ്ടാലറിയുന്ന വിദ്യാർത്ഥികളും അഭിഭാഷകരുമായ 10ഓളം പേർക്കെതിരെയുമാണ് നടപടി വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പോലീസ് നടപടി, എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് തുടങ്ങിയ വിശദമായ വിവരങ്ങളുമായി നമുക്കിപ്പം സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ സഹിൻ നമ്മൾ കണ്ടത് ഈ അഭിഭാഷകരും വിദ്യാർത്ഥികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ബിയർ കുപ്പികൾ, പൊട്ടിച്ചെറിയ ബിയർ കുപ്പികളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നലെ കണ്ടതും ഇന്നലെ ചർച്ച ചെയ്തതും ഒക്കെ. ഇതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ കൂടുതൽ പരാതികളിൽ കൂടുതൽ കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ പോലീസിന്റെ വിലയിരുത്തൽ, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം ഇപ്പോഴും ഈ അഭിഭാഷകർ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾ അഭിഭാഷകരെയും പഠിക്കുന്ന സീനാണ് ഇപ്പോഴും. പോലീസിന്റെ ഒരു വിലയിരുത്തൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ സംഭവത്തിന്മേലുള്ള പോലീസ് നടപടികളും സഹിൻ. സേതു, പോലീസിന്റെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ പോലീസുകാർ അത് പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ്. കാരണം കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അട്ടപ്പട്ടെല്ലാം പൂട്ടുക എന്ന് പറയുമല്ലോ നമ്മൾ, ആ രീതിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം 2 കൂട്ടുകാരോടും പോലീസ് യാതൊരു വിധത്തിലുള്ള ഒരു വലതുവശമോ അല്ലെങ്കിൽ ഇടതുവശമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ ചേരുന്ന രീതി പോലീസ് ഇവിടെ സ്വീകരിച്ചിട്ടില്ല. പകരം പോലീസ് എടുത്തിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് എല്ലാവരെയും അങ്ങോട്ട് പൂട്ടുക, എല്ലാവർക്കും എതിരെ കേസെടുക്കുക, ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ അവരാരും രക്ഷപ്പെട്ടു പോകാതെ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്കെതിരെയും വധശ്രമത്തിന് കേസെടുത്തത്, ഒപ്പം തന്നെ അഭിഭാഷകർക്കെതിരെയും കേസെടുത്തത്, ഒപ്പം പോലീസിനെ ആക്രമിച്ചതിൽ അഭിഭാഷകർക്കും വിദ്യാർത്ഥികൾക്കുമെതിരെ കേസെടുത്തത്. കണ്ടാൽ തിരിച്ചറിയുന്ന 20 പേരെ വിദ്യാർത്ഥികളെ പ്രതികർത്തപ്പോൾ കണ്ടാൽ തിരിച്ചറിയുന്ന 10 അഭിഭാഷകരെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോലീസ് പ്രതികർത്തിട്ടുണ്ട്. കൂടാതെ പോലീസ് സ്വമേധയാ പോലീസിനെ ആക്രമിച്ചതിനൊരു കേസെടുത്തിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥികളും അഭിഭാഷകരുമായ 10ഓളം പേരെ. അങ്ങനെ പോലീസിന് എത്ര പേരെ വേണമെങ്കിലും ഈ കേസിലേക്ക് ഇനി കൊണ്ടുവരാം എന്നുള്ളൊരു രീതി പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇനി എന്തെങ്കിലും രീതിയിലുള്ള അക്രമമോ അഭ്യാസ പ്രകടനമോ ഒക്കെയായി പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് തീർച്ചയായിട്ടും അവരെ പൂട്ടും. ആ ഒരു രീതിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ആ FIR-ന്റെ പകർപ്പാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ FIR-ൽ തന്നെ നമ്മൾ കൃത്യമായി പോലീസ് പറയുന്ന കാര്യങ്ങളുണ്ട്. കമ്പ് വടിയും ആയുധങ്ങളും എല്ലാം ഉപയോഗിച്ച് പരസ്പരം ഇരുകൂട്ടരും ആക്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല പോലീസുകാരെ വകവരുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇവരുടെ പ്രവർത്തനം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വധശ്രമം, സംഘം ചേർന്ന് ആക്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഇതെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസാണ്. സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കാത്ത, കോടതിയിൽ ജാമ്യം എടുക്കേണ്ട കേസുകളാണ്. എന്തായാലും ഇപ്പോൾ ഇന്നലെ ഈ സംഘർഷത്തിലേർപ്പെട്ട അഭിഭാഷകരും വിദ്യാർത്ഥികളൊക്കെ കാര്യമായി തന്നെ പാടുപെടേണ്ടി വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഇവർക്കാർക്കും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പോലീസ് ഇപ്പോൾ ടോട്ടൽ 3 കേസുകൾ എടുത്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ചെയ്തു 3 കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഈ 3 കേസുകൾ ജാമ്യമില്ലാ കേസുകളാണ് എന്നുള്ളതാണ് ഏറെ പരിതാപകരമായ കാര്യം. കാരണം പിടികൂടുന്നവൻ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ജാമ്യം ലഭിക്കുന്നതിന് വേണ്ട എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ മനസ്സിലാകില്ല. പക്ഷേ നിലവിൽ FIR പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്കാർക്കും ജാമ്യം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഗുരുതരമായ വകുപ്പുകൾ പോലീസ് ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ കൃത്യമായ കാര്യങ്ങളും കൂടി പോലീസ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എന്തായാലും അഭിഭാഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇന്നലെ തെരുവിലാണ് തമ്മിൽ തല്ലിയതെങ്കിൽ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്.
ഓക്കെ സഹിൻ, വ്യക്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ ഈ അധ്യാപകർ വിദ്യാർത്ഥി സംഘർഷം അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടി, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി. എന്താല്ലേ, ഒരു ഭാഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളും ഒരു ഭാഗത്ത് നിൽക്കുന്നത് അഭിഭാഷകരുമാണ്. അഭിഭാഷകർ എന്നും സമൂഹത്തിന് മാതൃകയാക്കേണ്ട അഭിഭാഷകർ ഇന്നലെ വിദ്യാർത്ഥികളുമായി പരസ്യമായി പോറ് വിളിക്കുന്നതും അവർക്ക് നേരെ ബിയർ കുപ്പികൾ എറിയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. സമാനമായ രീതിയിൽ ഒരുപാട് ദൃശ്യങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് അഭിഭാഷകരും പറയുന്നുണ്ട്. നോക്കാം ഇനി പോലീസ് നടപടി ഏത് രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുവെന്ന്.